വിലാസ് ഭവൻ ചോദിച്ചൊരു ചോദ്യം, അനുപമയോട് ചോദിച്ചൊരു ചോദ്യം, ഇങ്ങനെ ബിഷപ്പ് ഈ കന്യാസ്ത്രീയെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കന്യാസ്ത്രീക്കെതിരായിട്ട് ഇതുപോലെ അവരെ പുറകെ നടന്ന് ഹരാസ് ചെയ്ത് അവരെ കൊണ്ട് ബിഷപ്പിനെതിരായിട്ടൊരു പെറ്റീഷൻ കൊടുപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം ബിഷപ്പിനുണ്ടോ? സാധാരണഗതിയിൽ ഒരു റേപ്പിസ്റ്റ് അങ്ങനെ പെരുമാറുമോ എന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഒരാളെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അത് മൂടി വെക്കാനും എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാനും അവരെ സുഖിപ്പിച്ച് കൊണ്ടു കിടക്കാനും വലിയ ശ്രമിക്കുകയുള്ളൂ, ഒരു പരാതിയിലേക്ക് പോവാതെ. ഇത് ബിഷപ്പ് ഓരോ ദിവസവും അവരെ കുത്തി വായി കോലിട്ട് കുത്തി അവർക്ക് നിവൃത്തിയില്ല ഒരു പരാതി ഫയൽ ചെയ്യുക. ആ നിലയിലേക്ക് ഒരു കോണ്ടാക്റ്റ് സാധാരണഗതി ഒരു റേപ്പിസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് വളരെ പെട്ടെന്ന് ചോദ്യമാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ദാറ്റ് ഇസ് എ $1 million ക്വസ്റ്റ്യൻ. അതിന് അനുപമ പറഞ്ഞ ഉത്തരവാണ് അതിലും ശ്രദ്ധേയം. ആ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ബിഷപ്പിനില്ല. എന്നാൽ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയം സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു പരാതി ഉണ്ടാകുകയില്ലെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ എന്ന് വെച്ചാൽ വിക്ടിം സെറ്റിൽ ചെയ്യാൻ തയ്യാറായിരുന്നു കാര്യങ്ങൾ, ബിഷപ്പ് തയ്യാറില്ലായിരുന്നല്ലേ. അപ്പോൾ എന്താ അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ളത്? അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ളത് അവർ പറഞ്ഞു. അവർക്ക് ബീഹാർ കേന്ദ്രമാക്കി ഒരു റീജിയൻ വേണം, കുറവലങ്ങാട് കോൺവെൻറ്റ് ആ റീജിയനകത്ത് ഉൾപ്പെടുത്തണം, അവർക്കെല്ലാവർക്കും യഥേഷ്ടം ഈ കുറവലങ്ങാട് കോൺവെൻറ്റിൽ താമസിക്കണം, അവരെ ചോദ്യം ചെയ്യാനോ ശല്യപ്പെടുത്താനോ ഇങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു പരാതിയും കൊടുക്കില്ല എന്നാ പറയുന്നത്. ഈ മാധ്യമപ്രവർത്തകൻ്റെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു, പ്രതിഭാഗം വക്കീൽ അത്ര നിഷ്കളങ്കമായിട്ടല്ല ഞാൻ കണ്ടു. അത് അഭിലാഷ് മോഹൻ പറഞ്ഞു. അത് വേറൊന്നും കൊണ്ടല്ല, അത് നമ്മളങ്ങനെ പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ ഈ മുള്ളു കൊണ്ടെടുക്കണമല്ലോ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാമെന്ന് പറയും. പക്ഷേ കേരളത്തിലെ മീഡിയകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു ജനറൽ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്ത് ബിഷപ്പ് ഫ്രാങ്കോ എന്ന് പറയുന്നത് ഒരു ബലാത്സംഗ വീരനാണെന്നും അതിൻ്റെ ഒരു എപ്പിറ്റോമാണ് ബിഷപ്പ് എന്നും ചിത്രീകരിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഫലമായി അതുകൊണ്ടാണ് ഈ കോടതി വിധി പോലും ആളുകൾ വിശ്വസിക്കാത്ത നിലയിലേക്ക് വന്നത്. കാരണം ഒരു മീഡിയയുടെ ശക്തി അതാണ്. നമ്മുടെ ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മുടെ സാമൂഹ്യ ബോധവും പൊതുബോധവും ക്രിയേറ്റ് ചെയ്യാൻ മീഡിയയ്ക്കുള്ളൊരു ശക്തി വളരെ വലുതാണ്. അപ്പോൾ മീഡിയ വിചാരണ ഈ കേസ് കിടന്നു, ഒരു മീഡിയ ട്രയൽ നടത്തി കുറ്റക്കാരനാണെന്ന് കാണുന്നതിന് മുമ്പ് അവർ ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റക്കാരനാണെന്ന് ശിക്ഷിച്ചു വെച്ചു. ആ ശിക്ഷയാണ് ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. ആ ആളുകളുടെ മുമ്പിലോട്ടാണ് നമ്മൾ പോയി കേസ് നടത്തി കോടതി വിധി വന്നപ്പോൾ അതിനെ ചെറിയ ആളുകൾ ചോദ്യം ചെയ്യുന്നതിൽ സംശയം ഉയർത്തുന്നതിൻ്റെ കാര്യം അതാ. അതുകൊണ്ടാണ് മീഡിയ ക്രിയേറ്റ് ചെയ്ത ആ ബോധം തകർക്കുന്നതിന് ഒരു മീഡിയ പ്രവർത്തകൻ നടത്തിയ ഇൻ്റർവ്യൂ തന്നെ ഞങ്ങൾ ഉപയോഗിച്ചു എന്നങ്ങ് ഭംഗ്യം തരേണ പറഞ്ഞു എന്നുള്ളൂ. അത് മധുരമായ പ്രതികാരമാണ്.